അവനെ മര്യാദയ്ക്ക് അടക്കി നിർത്തിയാ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും ആരും ഫയൽ ചെയ്യണ്ട. എന്റെ സ്റ്റേഷൻ പരിധിയിലെ ഒരു ക്രിമിനലിനെ നിലക്കി നിർത്താൻ എനിക്ക് ആരുടെ ഉത്തരവ് വേണ്ട. കേട്ടല്ലോ? മേഡം, ഇവൻ ഇനി അങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കില്ല. ഞാൻ നോക്കിക്കോളാം. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഒരളവെടുപ്പ് വീരൻ. നിനക്കിനി അളവെടുക്കണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വന്നാ മതി. ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. റോസ്കൽ. എന്താണോ നോക്കുന്നേ? നിന്റെ കണ്ണിയോ കുത്തിപ്പൊട്ടിക്കും. തെമ്മാടി, ഇറങ്ങി പോടാ. എവനെ വിളിച്ചോട് പോ. എടാ മോനെ, നിക്കടാ, ഞങ്ങൾ വരുന്നു. വേണ്ടിയിരുന്നില്ല. അവനെതിരെ പരാതി കൊടുത്തത് മണ്ടത്തരമായി പോയി. അതവന് കൂടുതൽ വൈരാഗ്യം ഉണ്ടാക്കാനേ ഉപകരിക്കൂ. അവന്റെ ശല്യം ഇനി ഏത് നിമിഷവും നമ്മൾ പ്രതീക്ഷിക്കണം. മുത്തശ്ശാം, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഇനി നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവന്റെ ശല്യം ഇതോടെ തീർന്നു കരുതിയാ മതി. അങ്ങനെ ഭദ്രനെ വില കുറച്ചൊന്നും കാണണ്ട. അവനെ ഉശിരുള്ള ആൺകുട്ടിയാ. അവൻ പ്രതികാരം ചെയ്യാൻ വന്നിരിക്കും. നിങ്ങൾ നോക്കിക്കോ. ഒന്നും അവൻ സപ്പോർട്ട് പറയാൻ. ഓ, അല്ലേലും ഞാൻ പറയുന്നതിനൊന്നും അച്ഛന് ഒരു വിലയും ഇല്ലല്ലോ. മുത്തശ്ശ, സുഖമാണല്ലോ എല്ലാവർക്കും? ഭദ്ര, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താനൊരു കോപ്പം പറയണ്ട. പറയുമായിരുന്നെങ്കിലേ തന്റെ കൊച്ചുമക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. എന്താടി പേടിപ്പിക്കണം എന്നെ? ആ വാ. ആ കാർന്നവരോടൊക്കെ എല്ലാത്തിന്റെ ഫോണിങ് മേടിച്ചേ. നീ ബാക്കിലെ ഡോറിൽ നോക്കി. എന്റെ ഫോണൊന്നും ആർക്കും തരില്ല. കൊടുക്കടി ഫോൺ, കൊടുക്കടി പോലെ ഫോൺ. എടുക്ക ഫോൺ. എല്ലാ ഫോണും കിട്ടിയിട്ടുണ്ട്. കഴിച്ചാ ശരി. നീയൊക്കെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലായിരുന്നു. പകരം ഞാൻ നിങ്ങളെ വീട്ടുതടങ്കലിലാക്കാൻ പോവാ. അവിടെ കാണാൻ ഇരിക്കടാ. ഇത് കുറച്ച് സമയം എടുക്കും. വേണ്ട, നിന്നോളാം. വെള്ളം തൊടാതെ ചതച്ച് നീര് മാത്രം എടുക്കണം. മേമ്പൊടിയായിട്ട് തേൻ ചേർത്തിട്ട് വേണം ബാക്കി മരുന്നുകൾ ചേർക്കാൻ. ബ്രഹ്മിയും ഗന്ധമാതരും സമാസമ്മം ചേർക്കണം. ആസവും രസായനവും ആവരുത്. അരിഷ്ടമായിട്ട് വേണം സേവിക്കാൻ. ശരി. നോക്കട്ടെ. ഇത് മതി. ഇന്ന് ഇതുവരെ ആഹാരമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പതിവ് മരുന്ന് കൊടുത്തു, പിന്നെ നെല്ലിക്ക നീരും കൊടുത്തു. വെറും വയറ്റിൽ വേണോ ഇത് കൊടുക്കാൻ? സാരമില്ല, മരുന്നും നെല്ലിക്ക നീരും മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. അതെടുത്തോളൂ. പൗർണമി അവസാനിക്കും മുമ്പ് കൊടുത്താൽ നല്ല ഫലം കിട്ടും. ഇനി ഉണ്ട് 4-5 ആഴിക. കൊണ്ടുവന്നോളൂ.
ഉറക്കമാണോ ആള്? വിശക്കെന്നു പറഞ്ഞ നല്ല ബഹളമായിരുന്നു. ഇപ്പോഴാ ഒന്ന് മയങ്ങിയത്. ഭാഗ്യത്തിന് വലിയ ചവർപ്പില്ല. ഒരു തുള്ളി പോലും താഴെ പോകാതെ ഉള്ളി ചെല്ലണം. അത്രയ്ക്ക് അപൂർവമായ ചിത്തൗഷധ. നഷ്ടപ്പെട്ടാ പിന്നെ മനോരഞ്ജിത പൂ കിട്ടാൻ അടുത്ത പൗർണമി വരെ കാത്തിരിക്കേണ്ടി വരും. വിളിച്ചോളൂ. കുട്ടാ കുട്ടാ കുട്ടാ. ഹായ് സായമ്പ. നിന്റെ ഏഞ്ചൽ കൊണ്ടുവന്ന മനോരഞ്ജിത പൂവിന്റെ നീര. ഇത് കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ കുട്ടന് ഒരു അസുഖം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഏഞ്ചലിലൂടെ പാർക്കിൽ പോയാലോ? കണ്ണ് കെട്ടി കളിക്കാം, മിക്കി മൗസ് കളിക്കാം. ഒരു തുള്ളി പോലും കളയാതെ മുഴുവൻ കുടിക്കണം. കളഞ്ഞ അയ്യോ, കളയരുത്. ഒരു തുള്ളി പോലും താഴെ പോവരുത്. കുട്ടന്റെ മാലാക കൊടുങ്കാട്ടെ പോയി തപസ് ചെയ്ത് കിട്ടിയ അപൂർവ അമൃത ഇത്. അപ്പൊ കളയരുതല്ലേ ഒരു തുള്ളി പോലും. മിടുക്കൻ. താങ്ക് യു. ഇനി കുറച്ച് തന്നെ കണ്ണടച്ച് കിടന്നോളൂ. കണ്ണു തുറക്കുമ്പോ മാലാക മുമ്പിൽ വന്ന് നിൽക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. 1 2 cha 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 1 2 चालस्य आगस्त्य आगस्त्य मंत्रस्य मालागे वा एंजले वा मालागे वा एंजले वा मालागे वा. ഇതം സപ്തസതീധ്യാനം സർവരക്ഷാകരം നൃണാം പാതുകായുഗളം സിദ്ധേ മന്ത്രസിദ്ധികരം നൃണാം സിദ്ധ്യാ ഉദ്യോഗിനി രക്ഷ ഉമാമൂർത്തിനി വന്ദേ പരമം സ്ഥാനം ജിസ്തുരൈരതി ദുർലഭം പ്രാജ്ഞോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദത. ശിവമണി, എന്തിനും ഒന്ന് കരുതിയിരിക്കണം. എപ്പോഴാ ഒരാവശ്യം വരുന്നെന്ന് പറയാൻ പറ്റില്ല. എന്റെ ഒരു ഫോൺ കോളില് നീ അടുത്തുണ്ടാവണം. ശരി, ഞാൻ നിന്നെ വിളിക്കാം. എന്തേ കാണിക്കുന്നേ? വാതിൽ തുറക്കണം. തുറക്കാനാ പറഞ്ഞേ. തുറക്കണോ? എടാ തുറക്കാൻ. അതെ, ഒന്ന് വാതിൽ തുറക്ക്. എന്നെ പിണക്കാതിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെ വെപ്രാളം കാണിക്കേണ്ടി വരുമായിരുന്നു. ഇനിയിപ്പോ വരുന്ന പോലെ അങ്ങ് അനുഭവിക്കും. ഭദ്ര, ഒന്ന് തുറക്കണോ? പോടാ കളവ. വാതിൽ തുറക്കണോ? അമ്മ കോളി. നിങ്ങൾ നോക്കി, ഞാനിപ്പോ വരാം. വാതിൽ തുറക്കാൻ. ചവിട്ടി പൊളിച്ചിട്ട് കാര്യമില്ല. ഭദ്ര, തുറക്ക്. ഹലോ അമ്മേ. നീ ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാ പോയത്? ഞാനിപ്പോ ദേവികയുടെ വീട്ടിലുണ്ട്. എന്നെ സ്റ്റേഷനിൽ പിടിച്ച് പൂട്ടിയിടാനായിട്ട് പരാതി പറഞ്ഞവരല്ലേ അവര്. അതിന് പകരമായിട്ട് ഞാൻ അവരെ വീടിനകത്തിട്ട് പൂട്ടി. ഭദ്ര, നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ ഇപ്പൊ ഒരു കേസിൽ പെട്ട് കിടക്ക. അതിൽ നിന്ന് ജാമ്യത്തിലെടുക്കാൻ ഞാൻ കുറെ ബുദ്ധിമുട്ടി. തൽക്കാലം നീ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ മോനെ. അമ്മ എന്തിനാ ഇങ്ങനെ നടന്ന് പേടിക്കുന്നേ? കേസും പോലീസും എനിക്കൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. നീ ഇപ്പൊ വേറെ ഒന്നും ചെയ്യണ്ട. നീ വേഗം വീട്ടിലേക്ക് വാ. അമ്മയും എനിക്കിപ്പോ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചത് നടത്തിയെടുക്കാതെ എനിക്കൊരു സമാധാനം കിട്ടില്ലെന്ന് നമുക്കറിയാലോ.
അമ്മ ഒരു കാര്യം ചെയ്യും. എന്താ? അത് വേണോ മോനെ? അതൊന്നും ചെയ്യണ്ട. ഇപ്പൊ തന്നെ ആകെ പ്രശ്നമായിരിക്കുക. ഇനി നീ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാ എന്ത് പ്രശ്നം അമ്മേ? അമ്മ ഇത്രയ്ക്കേ ഉള്ളോ? അമ്മയ്ക്ക് ധൈര്യം ചോർന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ വേറൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ അതേപോലെ ചെയ്യാം. മനസ്സിലായോ? എന്റെ അമ്മ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവരുടെ എല്ലാം മുന്നേ ഒരു കോമാളിയായിട്ട് മാറും. അത് ഞാൻ ചത്ത് മലിച്ച് കിടക്കുന്നതിന് തുല്യ. അങ്ങനെ ഉണ്ടാവും എനിക്കിഷ്ടമല്ല. അമ്മ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ശരി. പെട്ടെന്ന് വേണം, ഒട്ടും താമസിക്കരുത്. ആ ശരി. വണ്ടി നേരെ ജംഗ്ഷനിലേക്ക് തിരിച്ചുവിട്. ഇതെവിടെയാ? എനിക്കത് സംഭവിച്ചു. Where am I now? I'm totally confused. What is happening to me? And നിങ്ങള് വേഷം കെട്ടി തെറ്റിദ്ധരിക്കണ്ട. ആമേ ഡോക്ടർ, താങ്കൾ എൻ്റെ ചികിത്സയിലായിരുന്നു. നത്തിങ് ടു വെറി യങ് മാൻ. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എന്ന് വെച്ചാ ഞാനിവിടെ ഇത് ഹോസ്പിറ്റലാണോ? ഓർ സംതിങ് ലൈക്ക് ആശ്രമം ഓർ ഡിവൈൻ സെന്റർ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് താങ്കൾ ഇവിടെ ഉണ്ട്. കുറച്ചു കാലമായി, ഒരു 2-3 വർഷമായി താങ്കൾ മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതായത് ഞാൻ അടുത്ത സമയത്താണ് എൻ്റെ പേഷ്യൻ്റായിട്ട് കൂട്ടൻ ഇവിടെ എത്തിയത്. ഞാനോ? ഇത് ഹൈ റേഞ്ചിലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു ആശ്രമമെന്നോ ഒരു ഡിവൈൻ സെൻ്റർ എന്നോ ഒരു ആലയമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. ഡോക്ടർ ബാലഭദ്രൻ. നൈസ് മീറ്റിംഗ് യു ടു. ബേസിക്കലി ഞാനൊരു ന്യൂറോ സർജനാണ്. അല്പം ആയുർവേദവും കുറച്ച് സിദ്ധൌഷധവും പാരമ്പര്യ വൈദ്യമൊക്കെ പരീക്ഷിക്കുന്ന
സന്യാസി ജീവിതം നയിക്കുന്ന ഒരു സാധു. കണ്ടില്ലേ വേഷം? ബറ്റാവ് ഡോക്ടർ എന്നെ ഇവിടെ ആരോ കൊണ്ടുവന്നേ? നിങ്ങളെ ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ അച്ഛൻ തന്നെയാ. എന്നിട്ട് അച്ഛനെവിടെ? ഗസ്റ്റ് ഹൗസില് അവരൊക്കെ നിങ്ങളുടെ സുഖവിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കുക. ഞാൻ അവരെ സന്തോഷ വാർത്ത അറിയിക്കട്ടെ. അളിയ വാ വാ വാ, ഇങ്ങോട്ട് വാ. മൈൻഡ് ചെയ്തങ്ങ് പോവാണോ? പോടാ. അളിയ അളിയ ഇങ്ങി പോരളിയ, അത് ലോക്കാ. എന്തിനാണ് നീ വാതിൽ പൂട്ടിട്ടെ? തുറക്കണ വാതില്. അതെ, നിന്റെ അനിയത്തിമാര് എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു. അത് ശരിയാണോ? അല്ലല്ലോ. അതുകൊണ്ട് അവരെ അങ്ങ് നിനക്കെതിരെ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. നീ എന്ത് ചെയ്യുന്നു? എനിക്കൊന്ന് കാണണം. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. എടാ, എന്റെ കയ്യിലടാ നിന്റെ കഴുത്ത് ഞെരിയുന്നത്. എന്നിട്ട് പിന്നെ അങ്ങനോടാ നിനക്ക് ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നത്? എടാ, എനിക്കൊന്നുമില്ല. വന്നല്ലോ വനമാല. നിന്റെ ഫോണിൽ എടുത്തേ. ഫോൺ എടുക്കടി, എടുക്കടി ഫോൺ. ഫോൺ എടുക്കാൻ പറയടാ. ക്യാച്ച്. എല്ലാവരും എത്തിയപ്പോ ഇനി ആരൊക്കെ വരാനുണ്ട്? എന്താ വിശ്വാസമാവണില്ലേ? ഞാൻ സത്യം പറയുന്നേ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുക. സിദ്ധു നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ജാനകി അമ്മേ, സ്വാമിയച്ഛനാ വിളിച്ചത്. സിദ്ധുമോന്റെ അസുഖമൊക്കെ ഭേദമായിന്ന്. എന്റെ ഭഗവതി, അമ്മേ മോളെ, ഈശ്വരാ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. അതെ, എത്രയും പെട്ടെന്ന് എനിക്ക് സിദ്ധുവിനെ കാണണം മോനെ. ഹലോ മഹാദേവൻ, അയാൾ ആകെ എക്സൈറ്റഡ് ആണ്. സ്വാമിച്ച, ഞങ്ങൾ ഉടനെ അവിടെ എത്താം. ആ, സ്വാമിയച്ഛനോട് ഇപ്പോ എനിക്കൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. അവനെ കാണാൻ ഞങ്ങൾക്ക് തിടുക്കമായി. ആ ശരി ശരി, ആയിക്കോട്ടെ. ശരി ശരി. എടാ, നമ്മുടെ സിദ്ധുവിന്റെ എല്ലാ അസുഖവും മാറിയത്. അവൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണെന്ന്. ഏട്ടാ, നമ്മള് പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മളെ കൈവിട്ടില്ല. ഏട്ടാ, നിങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്ക്. അപ്പോഴേക്കും ഞങ്ങള് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കാം, അല്ലേ? ശരി, ഇനി സംസാരിച്ചേക്കാൻ സമയമില്ല. ആ പെട്ടെന്ന് പോവാം. ആ ശരി ശരി, വാ. കൊഴിഞ്ഞല്ലോ മായേ. അവൻ നോർമലായാൽ അതിന്റെ ഒരു അപകടം അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അന്നത്തെ സംഭവങ്ങളൊക്കെ അവൻ ഓർത്തെടുത്താൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഹരിയേട്ട, എനിക്കൊട്ടും വിശ്വാസം വരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് നോർമൽ ആവോ? ആയാൽ എല്ലാം കുഴഞ്ഞു മറിയില്ലേ? നമ്മളെ കണ്ടാല്, പ്രത്യേകിച്ച് എന്നെ കണ്ട അവൻ ചിലപ്പോ വയലന്റ് ആകും. എന്താ ഒരു മാർഗം? അവനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുവോ? അല്ലാതെ പിന്നെ കാട്ടി കൊണ്ട് കളയുവോ? എന്താ ഹരിയേട്ട ഒരു വഴി? എനിക്കകെ പേടിയാവുന്നു.
ഓടംകൊല്ലി വൈദ്യന്റെ ഒറ്റമൂലിയൊക്കെ വെറുതെ ആയല്ലോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? മുങ്ങാം. അമ്മ എത്തിയോ? വണ്ടി ഇവിടെ കേറത്തില്ല. പറഞ്ഞാലോ വാങ്ങിയ അമ്മ? എല്ലാം വാങ്ങി. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ഇനി അകത്തേക്ക് കയറാം. നിനക്ക് എന്തേലും പറ്റിയോ? വാതിലും കുറ്റിയിട്. അപ്പോഴേ ഇനിയിപ്പോ ഞാൻ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. കുറച്ച് സമയം കൂടി കഴിഞ്ഞാ ഇവിടെ പൂജാരി വരും. എന്തിനാണെന്നറിയോ? ഞാനും ദേവൂട്ടിയുമായുള്ള കല്യാണം ഇന്ന് ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചു. മുത്തശ്ശ